പൂവായി വിരിഞ്ഞു പൂന്തേൻ കിനിഞ്ഞു പൂക്കയ്യു തേൻ കയ്യുതിർന്നു. ഈ നിക്കറും ഷഡ്ജും ഒക്കെ എവിടെയൊക്കെയോ പോയടേ. അപ്പൊ ഇന്ന് എന്താണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ മുത്തുമണീസേ? അതായത് എൻ്റെ വീഡിയോയുടെ താഴെയും പിന്നെ മറ്റു വീഡിയോകളുടെ താഴെയും ഒക്കെ ചില കമന്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. വല്ല ഗുണവും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പക്ഷേ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന കൊച്ചമ്മ മഹാറാണികൾക്ക് വല്ല ഗുണവും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതും എനിക്കറിയാൻ പാടില്ലടെ. എന്തായാലും കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണം. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാം എന്നുള്ള വിശ്വാസത്തിലൊന്നുമല്ല. ഞാൻ മരണപ്പെട്ടു പോകുന്ന ഒരു സമയം ഉണ്ടാകുമല്ലോ, അതായത് എൻ്റെ അഭാവം എൻ്റെ മക്കളെ ദുഃഖത്തിൽ ആഴ്ത്തുന്ന, അല്ലെങ്കിൽ എൻ്റെ ആബ്സെന്റ് ഒരു കുറവ് എൻ്റെ മക്കളിലേക്ക് എത്തിക്കുന്ന സമയത്ത് അവരെൻ്റെ ചാനൽ എടുത്തു നോക്കിയാൽ, ഓ എൻ്റെ ഉമ്മ ഇത്രയും ബോൾഡായ ഒരു സ്ത്രീ ആയിരുന്നോ എന്ന് എൻ്റെ മക്കൾക്ക് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. എൻ്റെ ഓർമ്മകൾ ശേഖരിക്കാനും. ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾക്കത് ബോറടിക്കും, എന്നാലും അതാണ് സത്യം. പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ചില ഉത്തരവാദിത്വങ്ങൾ എത്തിപ്പെടും, അല്ലെങ്കിൽ നമ്മളെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പടച്ച തമ്പുരാൻ നിയോഗിക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഞാൻ ഏതൊക്കെയോ വഴികളിലൂടെ സഞ്ചരിച്ച് ഈ വിജനമായ കാട്ടുപ്രദേശത്ത് എത്തി. അപ്പോ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ചില കമന്റുകൾ, ഒരുപാട് കമന്റുകളുണ്ട്. അതിനൊരു കമന്റിനെ ഇന്നലെ സൈബർ സെല്ലിൽ ഞാൻ അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ആ വിശദീകരണം എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള ഒരു വിശദീകരണമാണ്. അതായത് കുറച്ച് കമന്റ് എൻ്റെ സ്നേഹിതരുടെ വീഡിയോയ്ക്ക് താഴെ, അതായത് എൻ്റെ തെസ്ലി, ഷെഫീന താത്ത, പിന്നെ ആരുടെ അതേ കണക്ക് എൻ്റെ റഷീദയുടെ കമന്റിന്റെ താഴെ, പിന്നെ അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് കമന്റ് ഇടുന്ന ആളുകളുടെ കമന്റ് എവിടെയൊക്കെ കാണുന്നുണ്ടോ അതിന്റെ താഴെ ഒരു സ്ത്രീ പോയിട്ട് ഒരു കമന്റ് ഇടുന്നുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡിന് വേറെ ഭാര്യയും മക്കളും ഉണ്ട്. അപ്പൊ ഈ ഒരു കമന്റ് ഇട്ട ഒരു പുള്ളിക്കാരത്തിയിലെ ചാനലിൽ ഞാൻ കയറി നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ ഈമാനെന്നറിയാമോ? അയ്യോ, മുഖം കണ്ടാ ഒന്ന് കാലെടുക്കാൻ തോന്നൂല, അത്രയും ഈമാൻ ഇങ്ങനെ വഴിഞ്ഞൊഴുകയാണ്. ഈ പുള്ളിക്കാരത്തിയാണ് പറയുന്നത്. കമന്റ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണൂർക്ക് വായോ, ഞാൻ നിങ്ങളെ ബീനിന്റെ ഭർത്താവിന്റെ ഭാര്യയും മക്കളെയും കാണിച്ചു തരാം. അപ്പൊ ഇത് മറ്റുള്ളവരോടാണ് പറയുന്നത്. സത്യത്തില് അത് ഞാനല്ലേ അറിയേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീഡിയോ അങ്ങിട്ട്, അതായത് ഭർത്താവിന്റെ ഭാര്യമാരെയൊക്കെ കാണിച്ചു കൊടുക്കും. പുള്ളിക്കാരത്തി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ എന്തായാലും കണ്ടെത്തൂലല്ലോ. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ ഒരു കാര്യം കണ്ടെത്തൂലല്ലോ. കാരണം ഞാൻ അവരുടെ ഇളയമ്മേരെ മോളൊന്നുമല്ല. ഞാനും അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെന്നെ കുറിച്ച് എൻക്വയറി ചെയ്തിട്ടുണ്ടാവുമല്ലോ, എന്നെ കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. ഞാനിപ്പോ ഒരാളിനെ വിമർശിച്ചു, നമ്മുടെ അല്ലുടായിപ്പ് ടീംസിനെ ഞാൻ വിമർശിച്ചു. വെറുതെ വീട്ടിന്റെ അടുക്കളക്കകത്തിരുന്നിട്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയുകയല്ല ചെയ്തത്. ഞാൻ ഒരുപാട് പേരെ കോണ്ടാക്ട് ചെയ്ത് ഇവരുടെ വീട്ടിന്റെ പരിസരവും, ഇവരുടെ വീട്ടിന്റെ ജമാത്ത്, ഇവരുടെ നാട്, ഇവര് ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ ഞാൻ അന്വേഷിച്ചതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാതെ, നമ്മുടെ സമയം ചെലവാക്കാതെ നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. അവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച ആ ഒരു കാര്യം ഞാനല്ലേ അറിയേണ്ടത്. അപ്പൊ അങ്ങനെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ അന്ന് അതിന്റെ അടുത്ത ദിവസം തന്നെ ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു. കാരണം ഇവരാരും തന്നെ എൻ്റെ ശത്രുക്കളൊന്നുമല്ല, എനിക്ക് യാതൊരു അറിവുമില്ലാത്ത ഒരുപാട് കമന്റ് ഇടുന്ന ആളുകളാണ്. അപ്പൊ അവര് ഇത്തരത്തിൽ എന്നെ പറയുമ്പോൾ ഇവരത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരുടെ ഉള്ളിൽ എന്തുകൊണ്ട് എന്നോട് ഇത്ര ദേഷ്യം തോന്നാനുണ്ടായ റീസൺ എന്താണ് എന്ന് അറിയാനുള്ള ഒരു സാമാന്യ ബോധം നമുക്കുണ്ടാവൂലേ? അപ്പം ആ ഒരു വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഒരു പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഇന്നലെ ചൈൽഡ് ലൈനിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. സൈബർ സെല്ലിൽ നിന്നാണ് വിളിക്കുന്നത്.
സൈബർ സെല്ലിൽ നിന്ന് അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ അത് അങ്ങനെ ചെയ്തത്? അത് ശരിക്കും ക്രൈമാണ് കേട്ടോ. അപ്പൊ അത് നിങ്ങൾ അത് അങ്ങനെ പബ്ലിക് ആക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ക്രൈമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ഓഫീസർ ഭയങ്കര ശാന്തമായിട്ട് ഭയങ്കര നീറ്റായിട്ട് ആ സാർ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ ആ സാറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഞാൻ ചെയ്തത് ക്രൈമാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ കമന്റ് ഇട്ട ഒരു വ്യക്തിയുണ്ട്. ഈ കമന്റ് ഇട്ട ഒരു വ്യക്തി ഓടി നടന്ന് കമന്റ് ഇടുന്നുണ്ട്. പുള്ളിക്കാരത്തി ആ കമന്റ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെങ്കിലും ഈ കമന്റ് എല്ലാം ഞാൻ എന്താക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, ആ കമന്റ് ഓപ്പൺ ചെയ്ത് അവരുടെ ലിങ്കിൽ കയറി ഇവരുടെ ചാനൽ ഓപ്പൺ ആക്കുന്ന സ്ക്രീൻ റെക്കോർഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴാണ് ഇതൊക്കെ ആവശ്യം വരുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഇദ്ദേഹം വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ്, ഞാൻ 6 കുട്ടികളുമായിട്ട് ജീവിക്കുന്ന ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ മേലെ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിക്കുകയാണ് ചെയ്തത്. പിന്നെ കണ്ണൂർ എന്ന് പറയുന്നത് കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പിന്നെയും ഒരുപാട് ദൂരമാണ്. ഒരുപാട് ദൂരെയുള്ള ഇവർ കണ്ണൂർക്ക് വായോ എന്ന് പറയുമ്പോൾ ഇവർ കണ്ണൂരാണ് എന്ന് ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ ഹസ്ബൻഡിന്റെ നാട്ടുകാരിയാണ് ഇവർ എന്ന് ഇവർ ആ കമന്റിൽ കൂടി പറയാതെ പറയുകയാണല്ലോ. അപ്പൊ ഞാൻ ഇവര് കണ്ണൂർക്കാരി അല്ല, ഇവരൊരു കോഴിക്കോടുകാരിയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് അതിന്റെ അന്ന് വൈകുന്നേരം തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ട് ഞാൻ അത് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പോലീസുകാരനോട് ആ സൈബർ സെൽ ഓഫീസറിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു. അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും കംപ്ലൈന്റ് ചെയ്യാം, നിങ്ങളും എന്ത് ചെയ്യാം, അവര് ചെയ്തതിന് നിങ്ങൾക്കെതിരെ അവര് കംപ്ലൈന്റ് ചെയ്യുന്നു എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും കംപ്ലൈന്റ് ചെയ്യാം. ഞാൻ ഈ സ്ക്രീൻ റെക്കോർഡൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉറപ്പായിട്ടും നിങ്ങൾക്കും എന്ത് ചെയ്യാം, നിങ്ങൾക്കും സൈബർ സെല്ലിൽ ചെന്ന് ഇത് കംപ്ലൈന്റ് ചെയ്യാം. അപ്പൊ ഞാൻ ആ ഓഫീസറിന്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഇവരെന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. എനിക്കിപ്പം പിന്നെ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങി ഇവരെ നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഞാൻ നന്നാവൂല എന്ന് പറയുന്ന ചില ടീംസ് ഉണ്ട്. ആ ടീംസിനെ ഒന്നും നന്നാക്കലൊന്നും അല്ലല്ലോ സാറേ ഞങ്ങളെ ജോലി. അപ്പൊ എന്നോട് ഇവരെന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളത് എനിക്ക് അറിഞ്ഞാൽ മതി. സാറ് എൻ്റെ ഒരു സഹോദരനായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ റീസൺ എന്താണ് എന്ന് മാത്രം സാർ ഒന്ന് ചോദിച്ചെനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു 10 മിനിറ്റ് കഴിയണതിന് മുമ്പ് ഭയങ്കര പിന്നെ എന്താണ് ഉത്തരവാദിത്വമുള്ള ഒരു സാറെന്ന് എന്നെ പറയാം. ആ സാർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, അത് നിങ്ങൾ അവരെ തെറി വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിരന്തരം കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ഇവരെ തെറി വിളിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ആ ഓഫീസറിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞ്, സാറേ ഈ ജീവിതം ആണോ വലുത്, തെറിവിളിയാണോ വലുത് എന്ന്. സത്യത്തിൽ ആ സാറ് എന്നെ ഇങ്ങനെ അന്തം വിടുന്ന ഒരു രീതിയിലായിരുന്നു. ഞാനതങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞിട്ടായിരിക്കും അയാളങ്ങനെ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 6 കുട്ടികളുമായിട്ട് ജീവിക്കുന്ന, എൻ്റെ 2 മക്കൾ വലിയ കുട്ടികളാണ്. അപ്പൊ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ എങ്ങനെ ആയാലും ഇത് സോഷ്യൽ മീഡിയയിലല്ലേ വരുന്നത്, ആരെങ്കിലുമൊക്കെ വിശ്വസിക്കൂലേ. അപ്പൊ എൻ്റെ ജീവിതമാണോ വലുത്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. അപ്പൊ എൻ്റെ മനുഷ്യന്റെ അഭിമാനത്തിനെ തറയിലിട്ട് ഇഴച്ചതാണോ വലുത്, ഞാൻ തെറി വിളിച്ചതാണോ വലുത് എന്ന് ചോദിച്ചു. അപ്പൊ അയാൾക്ക് ഉത്തരയില്ല. അപ്പൊ ഞാൻ വിളിച്ച തെറിക്കുള്ള മറുപടി ആയിട്ടാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു. അപ്പൊ സത്യത്തിൽ അതാണ്, ഞാൻ അവരെ തെറി വിളിച്ചു, അതിന് അവരെനിക്ക് മറുപടി തന്നത് എന്താണ്, എൻ്റെ ഭർത്താവിന് ഒരു ഭാര്യനെയും മക്കളെ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ സത്യത്തിൽ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭാരം കുറച്ചൊന്ന് അവർക്ക് കൊടുക്കായിരുന്നു. എന്തായാലും നടന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ ആ വീഡിയോയും ആ ഫോട്ടോയും റിമൂവ് ചെയ്തു. കാരണം എനിക്ക് കിട്ടാനുള്ള ഉത്തരം എനിക്ക് കിട്ടി. സത്യം പറഞ്ഞാല് ഇങ്ങനെ എനിക്ക് പുച്ഛം തോന്നിപ്പോയി. ആ സ്ത്രീ എന്ന് പറയുന്നത് ഭയങ്കര അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരണത്. അതായത് മതം ഇങ്ങനെ അരച്ച് ഇലക്കി കുടിച്ച. എൻ്റെ അടുത്ത് മുമ്പ് ഒരുപാട് ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, അമിത വിനയം കാണിക്കുന്നവരെയും അമിത വിശ്വാസം കാണിക്കുന്നവരെയും എപ്പോഴും ശ്രദ്ധിക്കുക.
അവർ കപടതയുടെ അങ്ങേയറ്റമായിരിക്കും. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരു കാര്യമാണ്. എൻ്റെ പൊന്നോ, ഒരു ഉമ്മാന്റെ പ്രായമുള്ള ഒരു തള്ളയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു തള്ളയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് ഇന്നും അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടാ ഇവരുടെ പിന്നാലെ ഞാൻ പോവലില്ല, ഇവരെന്റെ പിന്നാലെ നടന്ന് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. അയ്യോ, ഈ തള്ളമാർക്കൊന്നും വേറെ ജോലിയില്ല എന്നാണ് ഞാൻ ആലോചിക്കണത്. അപ്പൊ എന്തായാലും അതേപോലെ തന്നെ ഇപ്പൊ ഒരു കാര്യമില്ല, ഞാനൊന്നും പറയാതെ ഒരു സെക്സ് വർക്കർ നിരന്തരമായിട്ട് എന്നെയും എൻ്റെ മകളെയും ഇരുന്നങ്ങ് തൊലിക്കുകയാണ്. അപ്പൊ എൻ്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവരൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോയ്ക്ക് താഴെ അവർ വന്നിട്ട് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റിന് ഞാൻ മറുപടി കൊടുക്കുമ്പോൾ സത്യമായിട്ട് ആ സ്ത്രീ എൻ്റെ മക്കളുടെ ഗുഹ്യസ്ഥാനം പറഞ്ഞ് അങ്ങ് ആനന്ദിക്കുകയാണ്. അതായത് ഗുഹ്യസ്ഥാനത്തിൽ കൂടി പിന്നെ എന്താണ് ആ സെക്സ് അവരിങ്ങനെ മുഴുത്തതും കഴുത്തതും കനമുള്ളതും വണ്ണമുള്ളതും എന്നൊക്കെ പറഞ്ഞും കൊണ്ട് അങ്ങ് ഇത് സത്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, പന്നപ്പരട്ട സ്ത്രീയെ, നീ പോയി മറ്റ് ആളുകളടുത്ത് ഈ കാര്യം പറഞ്ഞ് നീ രതിമൂർച്ച അടഞ്ഞോ, എൻ്റെ അടുത്ത് എൻ്റെ മക്കളുടെ ഗുഹ്യസ്ഥാനം പറഞ്ഞ് നീ ഇപ്പൊ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് ഹൈഡ് ചെയ്ത് വിട്ടു. ഈ ഹൈഡ് ചെയ്ത് വിട്ടതിന് അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മക്കളുടെ ഗുഹ്യസ്ഥാനം പറഞ്ഞ് ആനന്ദിക്കുകയാണ്. സത്യത്തിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ഇവറ്റകൾക്കൊന്നും ഒരു അള്ളാനെ പോലും ഭയമില്ലേ എന്നിങ്ങനെ നമ്മൾ ചിന്തിക്കും. നമ്മളൊന്നും പറയാതെ, നമ്മളൊന്നും ചെയ്യാതെ ഇവറ്റകൾ എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളെ, വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയാണ്. സത്യത്തിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നമ്മളടക്കം അയ്യോ അതങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മൾ. എൻ്റെ ആരുമല്ല, എന്നിട്ട് കൂടി ഒരു കുട്ടി മരണപ്പെട്ടപ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഈ കൊല്ലത്തോ എവിടെയോ ആണ് ഒരു മുസ്ലിം പെൺകുട്ടി ഒരു പിന്നെ ആളിനെ സ്നേഹിച്ചിട്ട് അയാള് വേറെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്ത്. ഞാനിങ്ങനെ ഭയങ്കര, അന്ന് എനിക്ക് യൂട്യൂബ് ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു, ആ കുട്ടി ശരിക്കും ജീവിതം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. ആ കുട്ടിക്ക് ഇതിന്റെ പിന്നെ ഇതൊരു നിസ്സാര കാര്യമാണ്. ആ കുട്ടി അബോർഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരന്റെ കൂടെ കുറെ നാള് ലിവിങ് ടുഗദർ ആയിട്ട് ജീവിച്ചിരുന്നതാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, പേര് ഞാൻ മറന്നുപോയി. സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൻ വിവാദം നടന്ന ഒരു കേസാണ്. അപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുന്ന, ഈ കുട്ടി ഒരു തവണയെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുട്ടി ആത്മഹത്യ തിരഞ്ഞെടുക്കൂല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ അതായത് നമ്മളിപ്പോ മറ്റൊരാളുടെ പിന്നെ സൂയിസൈഡോ അങ്ങനെയുള്ള ജീവിതത്തിലെ വീഴ്ചയോ ഒക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ അവരെ ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. അതായത് ഇതൊന്നും അല്ല വിഷയം, ഇതൊന്നും അല്ല ജീവിതം, അതിലും വലുതാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ചു തീർക്കേണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അണുവായി അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കുന്നത് തന്നെ ഒരു ഫൈറ്റിലൂടെയാണ്. അതായത് ദശലക്ഷക്കണക്കിന് അണുക്കളിൽ നിന്നും ഒരു അണുവാണ് അമ്മയുടെ വയറ്റിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ആ കുട്ടി ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് അതൊരു ഫൈറ്റ് പോലെയാണ്. നമ്മൾ ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യണം. അതൊന്നും തന്നെ ജീവിതത്തിനെ ബാധിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം എന്താണ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അത് നമുക്കാണ് പ്രഷ്യസ്. മറ്റൊരാൾക്കെന്ന് പറയുന്നത് എന്താണ്, ചവിട്ടി മെതിക്കാനുള്ളതായിരിക്കാം. ചിലര് നമ്മളെ പേരിനെ നശിപ്പിച്ചേക്കാം, ചിലര് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചേക്കാം. ഞാൻ തന്നെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്, പിന്നെ ഭർത്താവിന്റെ വീട്ടില് നമ്മുടെ ആ കുട്ടിയുടെയൊക്കെ പേര് ഞാൻ മറന്നുപോയി, ആ പാമ്പിനെ വിട്ട് കൊല്ലിച്ച ആ കുട്ടി, അതിന്റെ അമ്മ ഒരു റിട്ടയർഡ് ഓഫീസറാണ്, ഒരു സർക്കാർ ജോലിയിലിരുന്ന ഒരു സ്ത്രീയാണ്. എത്രയോ പവൻ കൊടുത്ത് അവർ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടും ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്, സൂയിസൈഡ് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം ജീവിതം നമ്മളെ ഒരുപാട് സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അവിടെയൊക്കെയും തന്നെ ജീവിക്കാനുള്ള ഒരു പ്രാപ്തി നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മക്കളിനെ വളരെ ചെറുപ്പം തൊട്ടേ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ജീവിതം ജീവിക്കാനുള്ളതാണ്, ആർക്കും അടിയറവ് പറയാനോ അല്ലെങ്കിൽ ആരെയും തോൽപ്പിക്കാനുള്ളതോ ഒന്നുമല്ല. നമ്മളെ സന്തോഷത്തിന് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കാം. അങ്ങനെ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, മറ്റൊരാളിനെ ആശ്രയിക്കാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തികം നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു സാമ്പത്തികം ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തിനു വേണം, നമ്മൾ പഠിക്കണം, പഠിച്ചൊരു വിദ്യാഭ്യാസം നേടണം. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞാൻ എൻ്റെ മക്കളിലേക്കും പകർന്നു കൊടുത്തോണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളെന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. അപ്പം ഇത് പറയുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയേണ്ടതായിട്ട് വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ദരിദ്രമായ ഒരു ഫാമിലിയിൽ ജീവിച്ച്, അന്നം കഴിക്കാൻ പോലും ഇല്ലാത്തൊരു ഫാമിലിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. എൻ്റെ അച്ഛനെന്ന് പറയുന്നത് മരണപ്പെട്ടു പോയിട്ടല്ല, എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ച് പോയിട്ട് ഞങ്ങൾ
ജീവിക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റം വരെ പോയി ജീവിച്ച് ഞാൻ യഥാർത്ഥത്തിൽ ഇങ്ങനെയും ജീവിക്കാം, ഇതുപോലൊരു ജീവിതം ജീവിക്കാമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഭർത്താവ് എന്നെ വന്ന് കല്യാണം കഴിച്ചതിന് ശേഷം. അപ്പം എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കല്യാണത്തിന് എന്ന് പറഞ്ഞും കൊണ്ട് എൻ്റെ അമ്മ ഒന്നും സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അമ്മ എന്നെ ഒരു നല്ല വ്യക്തിയായിട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു കല്യാണ ജീവിതം കിട്ടിയപ്പോൾ ഞാനത് ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ എല്ലാരും ഇങ്ങനെ ചിന്തിക്കും പെൺകുട്ടികളല്ലേ ഉള്ളത്, അപ്പൊ ഈ പെൺകുട്ടീനെ നമ്മൾ വളർത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് സമ്പാദിക്കണം. എൻ്റെ അമ്മയൊന്നും ഒന്നും സമ്പാദിച്ചിട്ടില്ലടെ. എന്നിട്ടും ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇത്രയും ആൾക്കാർ പറയുമായിരിക്കാം സമ്പത്തില്ലാത്തവൾ, വീടില്ലാത്തവൾ, അങ്ങനെയൊക്കെ പറയുമായിരിക്കും, പറയാൻ ഒരു അഡ്രസ് ഇല്ലാത്തവൾ. പക്ഷെ ഇങ്ങനെ അഡ്രസ് ഇല്ല എന്ന് പറയുമ്പോഴും എൻ്റെ പേരിന്റെ പിറകിൽ എൻ്റെ ഭർത്താവിന്റെ പേരുണ്ടടെ. എൻ്റെ മക്കളുടെ പേരിന് പിറകിൽ എൻ്റെ ഭർത്താവിന്റെ പേരുണ്ടടെ. അപ്പൊ അതിലും വലിയൊരു അഡ്രസ്സ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ അതിലും വലിയൊരു അഡ്രസ്സ് നമുക്ക് ആവശ്യമില്ല. ഇതെന്റെ ഭർത്താവാണ് എന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ലാതെ ഇതുപോലൊരു സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ ഭർത്താവാണ്, ഇതെന്റെ മക്കളാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല എങ്കിൽ ഞാൻ സമ്പന്നതയുടെ ഉച്ചകോടിയിൽ തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതായത് എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒന്നും തന്നെ സമ്പാദിച്ചു തന്നിട്ടില്ല. പക്ഷെ എനിക്ക് കിട്ടിയതോ വലിയ വലിയ നേട്ടങ്ങളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയാണ് എനിക്ക് കിട്ടിയത്. ലക്ഷങ്ങൾ കൊടുത്ത് നമ്മൾ കല്യാണം കഴിച്ചാൽ പോലും ഒരു സ്നേഹമുള്ള ഒരു ഭർത്താവിനെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര റെയർ ആയിട്ടുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഭർത്താവിന്റെ ഉമ്മയെ ഞാൻ അത്രയേറെ എനിക്ക് അവരോട് ബഹുമാനമാണ്. കാരണം ഇതുപോലൊരു മകനെ പ്രസവിച്ച് പോറ്റി തന്നത് കൊണ്ടാണല്ലോ എനിക്കിതുപോലൊരു ജീവിതം ജീവിക്കാനായിട്ട് സാധിച്ചത്. അപ്പോ ഇത് ഇത്രയും ഞാൻ എന്തിനാണ് പറഞ്ഞത് എന്നറിയാമോ? ഒന്നും സമ്പാദിച്ചു വെക്കാതെ പോലും എനിക്കൊരു നല്ല ജീവിതം ഉണ്ടായി എങ്കിൽ അത് ഒരു വിധി പോലെയാണ്, ഒരു ജീവിതത്തിലെ വിധി വിളയാട്ടം പോലെയാണ്. അത് കഴിഞ്ഞും ഞാൻ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന്റെ ഈ ഒരു അസുഖത്തിന് ശേഷം ഞാൻ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെയും തന്നെ ഞാൻ എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിച്ചതാണ്. അതിനുശേഷം ഈ 6 കുട്ടികളെയും വളർത്താൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിൻ്റെയും പുറം പോയി തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. അതെനിക്ക് അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റും. ഇത് ലോകത്താര് കണ്ടില്ലെങ്കിലും ആര് കാണുന്നുണ്ടായിരുന്നു എന്നറിയാമോ ചക്കരകളെ? എൻ്റെ മക്കൾ. എൻ്റെ മക്കള് എൻ്റെ കഷ്ടപ്പാടുകൾ കണ്ട് അവർ വളർന്നു വന്നു. ഇന്നിപ്പോ അൽഹംദുലില്ലാ ഒരു കുടുംബത്തിന് ജീവിക്കാനാവുന്ന തരത്തിലുള്ള വരുമാന മാർഗങ്ങളും എല്ലാം എനിക്കുണ്ട്. അപ്പോ ഈ ഒരു കാര്യം ഞാൻ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഇട്ടേക്കാണ്, നിന്റെ മകളെ ബാത്റൂമിൽ നിന്നും പിടിച്ചു, അപ്പൊ നീ അയാളുടെ കൂടെ തന്നെ കല്യാണം കഴിപ്പിക്കോ? കൊച്ചു മക്കളാണ്. അതായത് എൻ്റെ മോള് ചെറിയ കുട്ടിയാണ്, പ്ലസ് ടുവിന് പഠിക്കുന്നതാണ്. അപ്പൊ അവിടെ പഠിക്കുന്ന കുട്ടികളും അതേ പ്രായത്തിലുള്ള കുട്ടികളായിരിക്കും. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ടീനേജ് മുതൽ നമ്മുടെ കേരളം വികസനത്തിന്റെ പാതയിലാണ്. ഈ വികസനത്തിന്റെ പാത ആയതുകൊണ്ട് തന്നെ അപ്പോ കേരളം വികസനത്തിന്റെ പാതയിലായിരുന്നു എന്റെയൊക്കെ ടീനേജില്. അന്ന് മുതല് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ പൊതു ഇടങ്ങളിലും 2 ബാത്റൂമുകളാണ്. ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്കൊന്നും എന്നാണ് അല്ലേ? അപ്പൊ ഇത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷെ എന്നാലും എന്താണ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവളങ്ങ് തകർന്ന് തരിപ്പണാവും എന്നാണ് ഇവറ്റകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എടാ, നമ്മളെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ ജീവിതമല്ലേ? നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ചുറ്റുപാടുകളൊക്കെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ യൂട്യൂബ് വഴി കാണുന്ന എവിടെയോ കിടക്കുന്ന ആളുകളല്ല നമ്മളെ ജീവിതം. ഇന്ന രീതിയിലാണ് എന്ന് പറയുന്നത് നമ്മളെ ചുറ്റുപാടുകളാണ്. ഇപ്പൊ ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനെ കുറിച്ച് തന്നെ കുറച്ച് അലിഗേഷൻസ് വന്നു. ഈ അലിഗേഷൻസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഇവരുടെ വീട്ടിന്റെ പരിസരത്ത് പോയി. എന്റെ പൊന്നോ, ഞാൻ നിങ്ങളടുത്ത് ഒരു കാര്യം പറയുകയാണ്. ഞാൻ താമസിക്കുന്നത് ഭീമാപള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്.
നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഭീമാപള്ളിയിൽ എന്തെങ്കിലും വരുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് നിങ്ങൾ എൻ്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ആ ഒരു വ്യക്തി എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കേൾക്കുക. നമ്മുടെ നാട്ടിനൊരു പ്രത്യേകതയുണ്ട്, ഈ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് എന്നുള്ളത് പോലെ. അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് ഞങ്ങൾക്ക് ഈ ഭീമാപള്ളിയിൽ സ്വീകാര്യത തന്നിരിക്കുന്നത്. അത് ഞങ്ങൾ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങൾ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബാത്റൂം കുൽസിതം, മറ്റേ കുൽസിതം എന്നൊക്കെ പറഞ്ഞാലും എൻ്റെ മക്കൾ ജീവിക്കുന്ന ഒരു സ്ഥലമില്ലേടെ, നമ്മൾ ജീവിക്കുന്ന ഒരു ചുറ്റുപാടില്ലേടെ, നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളില്ലേടെ. അപ്പൊ ഇവരുടെ വിചാരം എന്ന് പറയുന്നത്, അയ്യോ മോളെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തകർന്ന്. അപ്പൊ നിങ്ങൾ ഇവിടെ നിങ്ങളെയാണ് വിലയിരുത്തുന്നത്. അതായത് നിങ്ങളുടെ പേരുകൾ എന്ന് പറയുന്നത് എന്താണ്? മുസ്ലിം പേര്. നിങ്ങൾ സ്ത്രീകളാണ്, നിങ്ങൾ ഉമ്മമാരാണ്. ഈ ഒട്ടുമിക്ക ആളുകളുടെയും യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ ഉമ്മമാരുമാണ്. അതേ കണക്ക് നമ്മുടെ സെക്സ് വർക്കറുടെ ഒരു സെക്കൻഡ് ചാനലുണ്ട്. ഈ സെക്സ് വർക്കറുടെ സെക്കൻഡ് ചാനൽ ചില കാര്യങ്ങളെന്ന് പറയുന്നത് പടച്ച തമ്പുരാൻ ചില തെളിവുകൾ അവശേഷിപ്പിക്കും എന്ന് പറയുന്നത് പോലെയാണ്. അതായത് സെക്സ് വർക്കറുടെ സെക്കൻഡ് ചാനൽ നിങ്ങളൊന്ന് എടുത്തു നോക്കാം. അതിൽ എൻ്റെ ഹൈറുനിസ എന്ന് പറയുന്ന പുള്ളിക്കാരിയുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു വോയിസ്, പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണും. ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത വ്യക്തി ആരാണ് എന്നുള്ളത് ആ വീഡിയോയുടെ വലതുവശത്ത് ഉണ്ട്. എനിക്കത് ഒരുപാട് പേര് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് തന്നെ സ്ക്രീൻ ഷോട്ട് അതൊക്കെ നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ വേഗം എടുത്തങ്ങ് ശേഖരിച്ചു വെച്ച് അവിടെ നിങ്ങൾ ചെന്ന് നോക്കണം. അതായത് എത്രത്തോളം എന്നോട് പക തീർക്കുകയാണ് ഇവര് എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ പക തീർക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് വളർന്നു വരുന്ന ചെറിയ മക്കളെയാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, ഇവരുടെയൊക്കെ ഈമാൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ വിശ്വാസം ഇവരെ പഠിപ്പിച്ചിരിക്കുന്നത് എത്ര വൃത്തികെട്ടതാണ്. ഇവരാണ് മതം പ്രചരിപ്പിക്കുന്ന മഹത്തായ വനിതാ രത്നങ്ങൾ. അപ്പൊ ഞാൻ മുമ്പ് ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ ആ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇവർക്ക് ഇനി ജീവിതത്തിൽ എന്റെയോ എൻ്റെ ഐഷാനേഹയുടെയോ എൻ്റെ പിന്നെ സുഹൃത്തായിട്ടുള്ള ഷിയാസിന്റെ അടുത്തോ ഇവർക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കൂല. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കൂല. ഇവരെന്ത് കോലാഹലം കാണിച്ചാലും, എൻ്റെ മക്കളെ പറഞ്ഞാലും, എൻ്റെ മനുഷ്യനെ പറഞ്ഞാലും, എന്നെ പറഞ്ഞാലും, ഇനി അതിനും അപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനും അപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ മോശമാകുന്നത് എൻ്റെ ക്യാരക്ടറാണോ അതോ നിങ്ങളുടെ ക്യാരക്ടറാണോ? നിങ്ങൾ സ്ഥിരമായിട്ട് വന്നിട്ട് അതേ കണക്ക് നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ അത് ആധികാരികതയോടുകൂടി നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്കത് അനുഭവം ഉണ്ടാകണ്ടേ? ഇപ്പോ ഇന്നലെ നജിലയുടെ കാമുകൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കൈസിനും എനിക്കും ഷെഫീന താത്തയ്ക്കുമാണ് അതിൽ തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന ഒരു കാര്യത്തിൽ ആ പുള്ളിക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ മകളുടെ പേര് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ അതൊക്കെ കേസാക്കാം, പക്ഷെ ഞാൻ ചെയ്യൂല. എന്തിനാണെന്നറിയാമോ? ഇവറ്റകൾ ഇത്രയും വൃത്തികെട്ടവരാണ് എന്നുള്ളത് കാണിക്കുക എന്നുള്ളത് തന്നെയാണ്, പൊതുജനങ്ങളുടെ മുന്നിൽ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്കിവരെയൊക്കെ നിയമപരമായി നേരിടണമെങ്കിൽ പുല്ലുപോലെ എനിക്ക് നേരിടാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റും. പക്ഷെ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരെ പൊതുജനങ്ങൾ മനസ്സിലാക്കുക. ഒരു ഭയങ്കര ക്യാൻസർ പോലൊരു സംഭവം, ക്യാൻസറിനേക്കാൾ ഭയങ്കരമായ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. സോഷ്യൽ മീഡിയ പോലൊരു വലിയ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് പൊതുജനങ്ങളുടെ വിശ്വാസവും പൊതുജനങ്ങളുടെ സമ്പത്തും തട്ടിയെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹത്തിന് ഞാനത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ കൊടുക്കേണ്ടി വന്ന വിലയാണ് എൻ്റെ എൻ്റെ കുഞ്ഞു മോൻ്റെ ജീവിതം, അതുപോലെ എൻ്റെ മക്കളുടെ ജീവിതം, എൻ്റെ ജീവിതം, എൻ്റെ സുഹൃത്തുക്കളുടെ ജീവിതം, അവർ കേട്ടിട്ടുള്ള പഴികൾ. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്ന, അതായത് എനിക്ക് അറിയാവുന്ന എന്നോട് വിളിച്ച് സംസാരിക്കുന്ന അവരോടൊന്നുമല്ല ഞാൻ പറയുന്നത്. അതായത് ഈ എതിർത്ത് സംസാരിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഒരു വിചാരമുണ്ട്,
എല്ലാം കഴിഞ്ഞ് ശരിക്കും നിങ്ങൾ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായ ഒരു ഇമേജ് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ ആ രീതിയിൽ വിമർശിക്കില്ല. ഇപ്പോ എന്റെ ഭർത്താവിനെയും എന്റെ ഭർത്താവിന്റെ കുടുംബത്തിനെയും ഒക്കെ ഇങ്ങനെ വലിച്ചഴയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞാൻ അജിലേ ഇല്ല. നിങ്ങളിങ്ങനെ ചെറുതായിട്ടൊന്നും നുള്ളുമ്പോഴത്തേക്ക് ഓടി വന്ന് അയ്യോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വില ഇടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ താമസിക്കുന്നത് എവിടെയാണ്, നമ്മൾ ജീവിക്കുന്നത് എവിടെയാണ്? നമ്മളൊരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സംസാര ശൈലി അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി ഇതൊക്കെയും തന്നെ നമ്മളെ ഭയങ്കരമായിട്ട് ഉയരത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ പിന്നാലെ വെച്ച് പിടിച്ച് ഉറക്കമില്ലാതെ നടന്നിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. കാരണം ജീവിതത്തിൽ മരിച്ചാൽ പോലും നിങ്ങളുടെ ഒന്നും നിഴൽ വെട്ടത്ത് വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. ഞങ്ങളുടെ നിഴൽ വെട്ടത്ത് വരാൻ നിങ്ങളെ അനുവദിക്കുകയുമില്ല. പിന്നെയും എന്തിനിങ്ങനെ ഭ്രാന്ത് പിടിച്ചിട്ട് ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നു? നാണം കെട്ട തള്ളെ. എന്ത് വിശ്വാസമാണ് നിനക്കൊക്കെ ഉള്ളത്? എത്ര ഉമ്മറ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? നാണം കെട്ട പരീക്ഷകള്. അതുപോലെ രജിലയുടെ ഭർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മകളുടെ പേര് പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതേ കണക്ക് എന്റെ രണ്ടാമത്തെ മകളെ കുറിച്ച് ആ പുള്ളിക്കാരൻ പറയുന്ന ഒരു അലിഗേഷൻ ഉണ്ട്. എന്താണെന്നറിയാമോ? തുപ്പൽ ഉപയോഗിച്ച് ചെറിയ കുട്ടിയാണ് എന്റെ മോള്. ചെറിയ കുട്ടി ആയതുകൊണ്ട് അയാൾ പറയുന്നു നമുക്ക് അനുഭവമില്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂലടേ. ആ നായിന്റെ മോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. തുപ്പൽ ഉപയോഗിച്ച്. ജനങ്ങളെ നിങ്ങൾ ആലോചിക്കുക. ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നൊക്കെ പറയുന്നത് പോലെ എന്തുകൊണ്ടാണ് ആ 12 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ സേഫായ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചത് എന്നതിന്റെ വലിയ തെളിവ്. അതുപോലെ തന്നെ ഈ പുള്ളിക്കാരനെ വീട്ടിൽ കയറ്റുന്ന ആളുകൾ ശ്രദ്ധിക്കുക. അവിടെ കുട്ടികളുണ്ടെങ്കിലും സ്ത്രീകളുണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിലായോ? ഈ ഒരു പുള്ളിക്കാരനെ വീട്ടിൽ കയറ്റുന്നവർ അല്ലെങ്കിൽ സൗഹൃദ ലിസ്റ്റിൽ എത്തിക്കുന്നവർ ശ്രദ്ധിക്കുക. ഈ പുള്ളിക്കാരൻ വളരെ ഡേഞ്ചറായ ഒരു പുള്ളിക്കാരനാണ്.